കാർത്തിക നാളിൽ പിലിക്കോട് പത്മശാലിയ പൊറാട്ട് അരങ്ങേറി. ഇപ്പോൾ എല്ലാവർക്കും അറിയാം, ഭവന വായ്പ, സ്വർണ്ണപ്പണയ വായ്പ, ഉദ്യോഗസ്ഥ ജാമ്യ വായ്പ, കാർഷികേതര വായ്പ തുടങ്ങി എല്ലാ വായ്പകളും ഒരു എക്സ്ട്രാ ചാർജുമില്ലാതെ ഏറ്റവും വേഗത്തിൽ സുതാര്യമായി പയ്യന്നൂർ കാർഷിക വികസന ബാങ്കിൽ നിന്നും. പയ്യന്നൂർ കാർഷിക വികസന ബാങ്ക്, ജനഹിതമറിയുന്ന ബാങ്ക്. പിലിക്കോട് രേരമംഗലം ഭഗവതി ക്ഷേത്രത്തിലെ പൂരോത്സവത്തിന്റെ ഭാഗമായി കാർത്തിക നാളിൽ പത്മശാലിയ പൊറാട്ട് അരങ്ങേറി. വടക്കേ മലബാറിലെ പൂരോത്സവത്തിന് തുടക്കം കുറിച്ച് ആചാരാനുഷ്ഠാനത്തിന്റെ ഭാഗമായാണ് പിലിക്കോട് തെരു സോമേശ്വരി ക്ഷേത്രത്തിൽ നിന്ന് പൊറാട്ട് വേഷങ്ങൾ രേരമംഗലം ക്ഷേത്രത്തിലെത്തിയത്. ആനുകാലിക സംഭവങ്ങൾക്കു നേരെ പൊറാട്ട് വേഷങ്ങൾ അശ്ലീലം കലർത്തിയ ആക്ഷേപഹാസ്യത്തിന്റെ വിരൽ ചൂണ്ടിയപ്പോൾ കാണികളായെത്തിയവർ ആർത്തു ചിരിച്ചു. എന്റെ കൂടെ നൃത്തം ചെയ്ത ബാബുസ്വാമി എല്ലാവർക്കും അറിയാം. എന്റെ കൂടെ നൃത്തം ചെയ്തിട്ടുണ്ട് ബാബുസ്വാമി. എല്ലാരും വരുന്ന എന്റെ ആശ്രമത്തില് പത്മശാലിയ പൊറാട്ട് കടന്നുപോയ വഴികളിലുടനീളം ചിരിയും ചിരിയിൽ പൊതിഞ്ഞ ചിന്തയും വിതറി. അട്ടക്കണം പോതി, ചേകവന്മാർ, കേളീപാത്രം, വാഴപ്പോതികൾ തുടങ്ങിയ അനുഷ്ഠാന വേഷങ്ങളും പൊറാട്ടിൽ അണിനിരന്നു. വടക്കിന്റെ വസന്തോത്സവം എന്നറിയപ്പെടുന്ന പൂരോത്സവത്തിന്റെ ആകർഷണങ്ങളിലൊന്നാണ് ശാലിയ പൊറാട്ട്. നിങ്ങൾ ഈ പരിപാടി കാണുമ്പോ ചിരിക്കുന്നുണ്ടാവും, പക്ഷെ ആ ചിരിയിലും ഞങ്ങൾ ഒരു കാര്യം പറഞ്ഞുതരാം. ഇനിയും പൂർവാധികം ശക്തിയോടെ സോമേശ്വരി അമ്മ ഇവിടെ ഇനി അടിക്കും. കണ്ടോ, കൊല്ലത്തോട് കൊല്ലം കഴിയുമ്പോ അതിന്റെ പൊലി നിങ്ങൾ കേൾക്കും. പൂരോത്സവത്തിന്റെ ആദ്യ ദിനമായ കാർത്തിക നാളിലാണ് പിലിക്കോട് പൊറാട്ട് നടക്കുന്നത്. പൊറാട്ട് കാണാൻ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി ആളുകളാണ് രേരമംഗലം ക്ഷേത്രത്തിലെത്തുന്നത്. സമുദായത്തിലെ കുട്ടികൾ മുതൽ പ്രായമായവർ വരെ വിവിധ വേഷങ്ങൾ അണിഞ്ഞ് സമൂഹത്തിൽ നടക്കുന്ന കൊള്ളരുതായ്മകൾ ആക്ഷേപഹാസ്യ രൂപേണ ജനങ്ങളുടെ മുൻപിൽ തുറന്നു കാട്ടുകയാണ് ഈ ആചാരത്തിലൂടെ ചെയ്യുന്നത്. സമുദായങ്ങൾ, തൊഴിൽ വിഭാഗങ്ങൾ എന്നിവയെ പ്രതിനിധീകരിച്ച് ഒറ്റ വേഷങ്ങളും ഇരട്ട വേഷങ്ങളും പൊറാട്ടിൽ അണിനിരക്കാറുണ്ട്. വന്നതുപോലെ അനുഭവിച്ചോ എന്ന ഉരിയാട്ടോടെ ജനങ്ങൾക്ക് നേരെ ഭസ്മം വിതറിയ അഷ്ടകൂടം ഭഗവതി എന്ന അട്ടക്കൂടം ബോധി അനുഷ്ഠാന വേഷത്തിലൂടെ ജനങ്ങളെ വലിയൊരു ജീവിത സത്യം ഓർമ്മിപ്പിക്കുന്നു. ചെറിയ പൈസയുടെ മരം വെട്ടിത്തരാം, ചെറിയ പുളാക്കി തരാം, അടുപ്പിൽ വെക്കാൻ പാകത്തിന് മുറിച്ചുതരാം. അല്ല അങ്ങനെ വന്നിട്ട് കറക്റ്റ് കേട്ട് പറഞ്ഞാൽ കറക്റ്റാണ് അടുപ്പിൽ വെക്കാൻ
വെക്കാൻ പാടില്ല. ഉസ്താദാണ് എങ്ങനെ ആളെ വെട്ടിത്തരും കേട്ടാ. മരം വെട്ടാനുണ്ടോ? വീട്ടിൽ വിറലുണ്ടാ അല്ല ഗ്യാസ് ഉണ്ടാ? ഗ്യാസ് ഇല്ലെങ്കിൽ നമ്മ വെറു വെട്ടിത്തരാം കേട്ടാ. ചെറിയ ചെറിയ പീസാക്കി നമ്മ വെറു വെട്ടിത്തരും കേട്ടാ. എങ്ങനെ വേണം ചെയ്ത് കേട്ടാ. ഓക്കെ ഞാൻ പോവില്ലാന്ന് ഏത് പണിയെടുത്ത് ക്ഷീണം പിടിച്ചു പോയത്. നിങ്ങൾ എന്നോട് പറയാണ്ട് ഒറ്റക്ക് പോയിട്ടാണോ ഇത് മരം മുറിച്ചു കൊടുക്കുന്നത്? ഞാൻ രാത്രി ശാന്തട്ടിക്ക് വെട്ടാൻ പോയി. ഇവനാണെങ്കിൽ അല്ല ഞാൻ കൊണ്ട് ശാന്തട്ടിക്ക് വെട്ടാൻ പോയി. പിറ്റേ ദിവസം ഉച്ചക്ക് ശാന്തിക്ക് വെട്ടാൻ പോയി. എന്നിട്ട് എന്നെ ശാന്തമായിട്ട് രാത്രി കുളിക്കുന്നത്? രാത്രിക്ക് മറ്റേ ഉച്ചക്ക് വെട്ടാൻ പോയി. ഞാൻ ഇങ്ങനെ ഇതൊക്കെ ആവണ്ടേ? ഉച്ച കിട്ടുന്നില്ല. ഒറ്റക്കെന്താ ആ മരം മര്യാദക്ക് വെട്ടി കൊടുക്കണ്ടേ? എന്നിട്ട് രാത്രി കുളിക്കുന്നത് പിന്നെ ഒറ്റക്ക് പോയി ഞാൻ എനക്കാവുന്നല്ലേ ചെയ്തു കൊടുക്കല്. മാണിക്കക്കല്ല് എന്ന സ്ഥലത്തിനു വേണ്ടി ഇളംകുറ്റി സ്വരൂപവും അല്ലട സ്വരൂപവും തമ്മിൽ നടന്ന യുദ്ധമാണ് പൊറാട്ടിലെ അനുഷ്ഠാന വേഷങ്ങളിലൂടെ ചിത്രീകരിക്കുന്നതെന്നും ഐതിഹ്യമുണ്ട്. നീ ഒരുപാട് കഷ്ടത അനുഭവിക്കുന്നുണ്ട് നിന്റെ ഭർത്താവിന്റെ അമ്മേനെ കൊണ്ട് അല്ലേ? നിന്റെ ഭർത്താവിന്റെ അമ്മ നിങ്ങൾ കഷ്ടമാറും ഈ പെണ്ണുങ്ങളെ മുഖത്തല്ലോ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ അനുഭവിക്കുന്നുണ്ട് നിന്റെ. നിങ്ങൾ ആ പെണ്ണുങ്ങളെ നല്ല കൊടുക്കണം, അടി കൊടുക്കണം. എന്നല്ലേ പഠിക്കേ മോളെ? അപ്പൊ നിനക്കൊന്നും ആയിട്ടേ ഞാനൊന്നും പട്ടിയാലും തടിയാലും എല്ലാം ആക്കി തരും. എത്ര വേണം നിന്റെ പറഞ്ഞാൽ മതി. വാ എങ്ങനെയുണ്ട് ഇപ്പൊ? ശരിയുണ്ടാ? ഇവൻ അന്നേ പറഞ്ഞു എന്നെ കാണണമെന്ന്. ഞാൻ ഉടുക്ക് മന്ത്രിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പത്തെ 2 ഇല്ലത്. ആ 3 വേണം എനിക്കല്ലേ? ഇവളന്നേ പറഞ്ഞ എനിക്ക് 3 വേണമെന്ന്. ഞാൻ ഇതില്ല ഇതെല്ലാം ഉറുക്കൽ ഇത് ഒന്നും കൂടെ വേണമെങ്കിൽ കെട്ടിച്ചു കൊടുക്കാം. നിനക്ക് കെട്ടണ ഉറുക്ക് ഞാൻ കെട്ടിത്തരാൻ വേണ്ടി തന്നെ ധൈര്യ മുതൽ തമ്പലത്തിന്റെ മുമ്പിൽ വെച്ചിട്ട് തന്നെ കെട്ടിത്തരാം നടത്തിയിട്ടുണ്ട്. ചെറുത്തൂരി അല്ലേ? പാവാട നിന്റെ നോക്കാല. ഇത് ആദ്യം ഈ ബ്രേസറിന്റെ കുടുക്കൊന്നും ഇട്ടോളെ. ഈ ബ്ലൗസിന്റെ ഇത് താത്തെ ഇതെല്ലാരും പറയുന്നത് ബ്രേസർ പെണ്ണുങ്ങൾക്ക് ഇടുന്നതിലൊന്നും പ്രശ്നമുണ്ടാ. പക്ഷെ 2 കുത്തിയിട്ട് ബാക്കിയെല്ലാം കിട്ടിയിട്ടില്ല. കുത്തിനങ്ങ് പറ പച്ചക്ക് ഞാൻ കുത്തിയിട്ട് പക്ഷെ അല്ലെങ്കിൽ പൊച്ചു കുത്തി കുട്ടികൾക്ക് പറയാം. പച്ച പണിക്ക് വാങ്ങി കഴിഞ്ഞു. അത് ഞങ്ങൾക്കൊന്നും പൈൻ്റെ വടക്ക് ഭാഗത്താണ്. ഇയാളത് ഞാൻ പച്ച കുത്ത് കുത്തിയിട്ടുണ്ട്. പക്ഷെ പൂച്ച കുത്തി ഞാൻ ഇതുവരെ കുത്തിയിട്ടില്ല. നിങ്ങൾ കുത്തിയാ ഇയാൾ കുത്തി ഞാൻ ഇതിൽ അങ്ങനത്തെ ഒന്നും കേട്ടിട്ടേ ഇല്ലാന്ന്. കുത്തിയില്ലെങ്കിൽ പറയാം പച്ച കുത്ത് അല്ലെങ്കിൽ പൂച്ച കുത്ത്. നാഗദേവീന്റെ കൂടെ നാഗദേവീന്റെ കൂടെ കഴിഞ്ഞ പ്രാവശ്യം പക്ഷെ പെർഫോമൻസ് പോരാ. ബാബുസ്വാമി അന്നടിച്ച 5 അടി ബാബുസ്വാമി. എപ്പം വരാം. ഇന്ന് ഫ്രീ ആണ്. ബാബുസ്വാമി ദർശനം അനുഗ്രഹം. ഞാനും ബാബുസ്വാമി കഴിഞ്ഞ മാസം വന്നതായിട്ട് പക്ഷെ ബാബുസ്വാമിന്റെ അത്ര പോരാ. സർക്കാർ ജീവനക്കാർ, പോലീസ്, പട്ടാളം, അധ്യാപകർ തുടങ്ങിയ വിവിധ മേഖലകളിലെ പുരുഷന്മാരാണ് വ്യത്യസ്തമായ വേഷങ്ങളിലൂടെ അനുഷ്ഠാന ചടങ്ങിൽ അണിനിരക്കുന്നത്. ഭർത്താക്കന്മാരോട് പറയും. ഭർത്താക്കന്മാർ ഞാൻ രാവിലെ വിളിക്കും. അപ്പൊ ഇതെല്ലാം വിഷമം മതി. അപ്പം താങ്കൾ എന്നെ വിളിക്കും. ശാന്തട്ടി വിളിക്കും. ശാന്തട്ടി ആര് നല്ല മരം പെട്ടാല് ഭക്ഷണം നല്ല വൃത്തിക്ക് വെട്ടി തരും. അപ്പം എന്നെ വിളിക്കും. ഞാൻ ഉച്ചക്ക് രാത്രി നല്ല വൃത്തിക്ക് വെട്ടി തരും കേട്ടാ. ചെറിയ പുളാക്കി തരും. വലിയ പുളാക്കി ചെറിയ പുളാക്കി ഞാൻ വെട്ടി തരും ഇതാവുന്നില്ല.
കളിച്ചിട്ട് കാര്യമില്ല. ഇടങ്കാലിലടിക്കാൻ പഠിക്കണമെങ്കിൽ രാവിലെ ഇറങ്ങിയിട്ടുണ്ട്. ഇതുകൊണ്ടാ രാവിലെ ഞാനൊരു മലയാളിയാണ്. എനക്കോ പണിയൊന്നുമില്ല. ഞാൻ രാവിലെ കാലിക്കോട് പോയിട്ട് സ്റ്റാൻഡിലാണ് ഇരിക്കും. കാലിക്കോടിൽ വിൽമച്ചന്തൻ്റെ വീട്ടിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒരുപാട് ഹിന്ദിക്കാർ അപ്പുറത്ത് ഇപ്പുറത്തൊന്നും ചായ കുടിച്ചിട്ട് പഠിക്ക് മലയാളികളെല്ലാവരും ഹിന്ദിക്കാരെ വിളിച്ചിട്ട് പോകും. ഞാനാണ് നിൽക്കുമ്പോൾ ഞാൻ കസേരയിലാണ് ഇരിക്കല്. അത് ഹിന്ദിക്കാർ കുത്തിരിക്കലാണ്. കുത്തിരിച്ചിട്ട് വീടിയും വരും. 2 ദിവസം ഞാനവിടെ ഇരുന്നു. എന്നെ ആരും വിളിക്കത്തില്ല. 3-ാം ദിവസം ഞാൻ മാറ്റി. ഞാൻ കുത്തിരുന്നിട്ട് വീടിയും വലിച്ചു. വീടിയും വലിച്ച പാട് ഒരുപാട് ആൾ കാം നജി കാം ഓക്കെ അപ്പോൾ കാം എനിക്കറിയില്ല. കാം എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. ഞാൻ ഇപ്പോൾ മലയാളി ചോറ് കഴിക്കുന്നതല്ലേ. ചോറ് ഹിന്ദിയിൽ അറിയില്ലപ്പോൾ. ചോറ് കഴിക്കുന്നതൊക്കെ ഹിന്ദി അറിയാം. ചപ്പാത്തി എന്നല്ല ഹിന്ദി അറിയില്ലേ. ഇയാളെല്ലാം ക്യാമറ എടുക്കുന്നത് നമ്മളെ കുളിസിനെ പിടിക്കാൻ നമ്മളെ കുളിസീനൊന്നുമില്ല. നമുക്ക് നടക്കാം ബാബുസ്വാമി. പഠിക്കേണ്ടതല്ലേ ബാബുസ്വാമി? വൈകോട്ടോ ഇനി ആളില്ല പറയും. എങ്ങനെയാ പറയും ഇങ്ങനെ പറയുന്നത് എങ്ങനെ ആവാട്ടെ നമ്മളെ ഒരു മരത്തിൽ വെടിവെക്കാൻ ഞാൻ പറഞ്ഞു മറ്റേ സാധാരണ നോർമൽ വെടിവെക്കാൻ നമ്മൾ 24/7 സെറ്റാണ്. രാത്രിക്ക് രമാണ് മറ്റേ അണ്ടി സെറ്റാക്കിയത് രമ്മ വെടിവെക്കാൻ വേണ്ടി വടക്കൻ വാർത്തകൾക്ക് വേണ്ടി അജേഷ് കരക്കേരു, പിലിക്കോട്. അല്ല, ശരിക്കും ആരാ കണക്കാ തെറ്റിയത്? എന്റെ കണക്കൂട്ടലും തെറ്റിയെന്നാ ഞാൻ പറഞ്ഞു. അത് പറ. ഇപ്രാവശ്യങ്ങൾ വീട് പണി പൂർത്തിയാക്കണമെന്ന് വിചാരിച്ചിനി. പക്ഷെ ഒന്നും ശരിയായില്ല. ലോൺ എടുക്കാൻ വെച്ചാൽ വിശ്വസിച്ച് ഏത് ബാങ്കാന്ന്? അത്രയല്ലോ. അതിനല്ലേ പയ്യന്നൂർ കാർഷിക വികസന ബാങ്ക്. ആരെയുള്ള കാർഷിക വായ്പ മാത്രല്ലേ? ആര് പറഞ്ഞു? ഭവന വായ്പ, സ്വർണ്ണപ്പണയ വായ്പ, ഉദ്യോഗസ്ഥ ജാമ്യ വായ്പ, കാർഷികേതര വായ്പ തുടങ്ങി എല്ലാ വായ്പകളും ഒരു എക്സ്ട്രാ ചാർജുമില്ലാതെ ഏറ്റവും വേഗത്തിൽ സുതാര്യമായി. അത് മാത്ര കൃത്യമായി തിരിച്ചടക്കുന്നവർക്ക് ഇളവ് നൽകുന്ന ഒരേ ഒരു സ്ഥാപനം. ശരിക്കും? പിന്നെ അല്ല. ഇപ്പം കണക്ക് ശരിയായ ഏത് കുറുമ്പടിയിലെ പയ്യന്നൂർ കാർഷിക വികസന ബാങ്ക്, ജനഹിതമറിയുന്ന ബാങ്ക്.